നമസ്കാരം, ലിജീഷാണേ. അപ്പോഴേ ഇന്ന് നമ്മുടെ പാട്ടുപറമ്പ് ഭഗവതിക്കാവിലെ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ അവിടെ ഊട്ടുപുരയിൽ പോയിട്ട് പ്രസാദൂട്ടിന് പോയിരുന്നു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. 3000-4000 ആൾക്കാരുള്ള ഭക്ഷണമാണ് ഒരു കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഊട്ടുപുര. അപ്പോൾ ഇതിൻ്റെ പണികൾ എന്താ പറയുക, കുറച്ചൊക്കെ നടന്നിട്ടുണ്ട്. ഇനി ഒരുപാട് പണികൾ നടക്കാനുണ്ട്. അപ്പോൾ കുറേ ആളുകളുടെയൊക്കെ സഹായം കൊണ്ടൊക്കെയാണ് ഇതുവരെയൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പണി കൂടി നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് ചെയ്ത് തീർത്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ഉത്സവം ഏതായാലും ഇങ്ങനെ കഴിയും. അടുത്ത ഉത്സവം ആകുമ്പോഴേക്കും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു പണിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഊട്ടുപുരയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയും കൂടിയാണ്. അപ്പോൾ ഇതാ പരിപാടിയിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന ആളുകളുടെ തിരക്കാണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ അവിടുത്തെ എന്താ പറയുക, നമ്മുടെ ഭക്ഷണം വിളമ്പി തരുന്ന നമ്മുടെ ചേച്ചിമാരാണ്. എല്ലാവരും നല്ല നീറ്റായിട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഭക്ഷണമൊക്കെ വിളമ്പി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും നമ്മളെ പരിചയക്കാരൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് പാട്ടുപറമ്പ് ഭഗവതിക്കാവ് നമ്മൾ തിരൂരുകാരെ സംബന്ധിച്ചോളം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതായത് തിരൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മളെ പോളി കഴിഞ്ഞിട്ട് നമ്മൾ ബോയ്സ് ഹൈസ്കൂൾ, ഗേൾസ് ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പാട്ടുപറമ്പ് ഭഗവതിക്കാവ് ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഏതായാലും ഈ നാളും കൂടി മറ്റന്നാളത്തോടുകൂടിയാണ് ഉത്സവം, താലപ്പൊലി ഉത്സവം കഴിയുന്നത്. മറ്റന്നാൾ ഗംഭീര പരിപാടികൾ, വരവുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉത്സവത്തിൽ പങ്കെടുക്കുക. നാളെയും കൂടുതൽ അന്നദാനത്തിന് കഴിയുന്ന ആൾക്കാരൊക്കെ പങ്കെടുക്കുക. പിന്നെ നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് കഴിയുന്നവരൊക്കെ ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ സഹപ്രവർത്തകർക്കും ഇതിനെ അത്രയും കൂട്ടായിട്ട് പരിശ്രമത്തിലൂടെ ഭക്ഷണം ഉണ്ടാക്കാനും കൊടുക്കാനും ഒക്കെ ഇനിയും വരും വർഷങ്ങളിൽ ഇതുപോലെ തന്നെ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.